ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഒക്ടോബർ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസം 1200-ാം ആണ്ട് കന്നിമാസം 16-ാം തീയതി ഇന്ത്യൻ തീയതി അശ്വിന മാസം 10-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:10 നാളത്തെ തിഥി അമാവാസി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 വരെ ഉണ്ട്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 അത്തം നക്ഷത്രം ആരംഭിക്കുന്നത്. അത്തം നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്രം എന്ന് പറഞ്ഞാൽ ദേവഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും നാളെ അത്തം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെയുള്ള സമയത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. ഉത്രം നക്ഷത്രപ്രകാരമുള്ളത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അധ്യായത്തിൽ പറയുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെ അത്തം നക്ഷത്രമാണ്. അപ്പോൾ അത്തം നക്ഷത്രപ്രകാരം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറയുന്നത്. ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ ഒരു സമയമാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെയുള്ള സമയം ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെയുള്ള അത്തം നക്ഷത്ര സമയപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പുണർദം, ആയില്യം, പൂരം, മൂലം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പുണർദം, ആയില്യം, പൂരം, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള സമയമാണെന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഈ നാളുകാർ ശ്രദ്ധിക്കണം. 4 നാളുകാർക്കാണ് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഈ നാളുകാർ ശ്രദ്ധിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ പരാജയങ്ങളൊന്നും വരാതെ തന്നെ അത്ഭുതകരമായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് ജ്യോതിഷം തരുന്നു. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. ഇനിയും ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:25 മുതലാണല്ലോ അത്തം നക്ഷത്രം ആരംഭിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3:33 വരെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. നാളെ ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം ഞാൻ എടുത്തു പറഞ്ഞു തരാം. രാവിലെ 6:13 മുതൽ 10:43 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:43 മുതൽ 4:43 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ ജീവിത വിജയം നേടാവുന്നതാണ് എന്ന് ജ്യോതിഷം പറയുന്നു. അതുകൊണ്ട് ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക എന്നുള്ളതാണ് എനിക്കും പറഞ്ഞു തരുവാനുള്ളത്. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി എന്ന് പറഞ്ഞാൽ 2 ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 2 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ, പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുള്ളവർ പച്ച, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അനുകൂലമായ നല്ല ഫലങ്ങൾ അവരെ തേടി വരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും വീഡിയോയിൽ കൂടി പറയുന്നത്.
പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യവും പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. അതുപോലെ തന്നെ ജ്യോതിഷപരമായ സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്. എൻ്റെ ഓഫീസ് പത്തനംതിട്ട ജില്ലയിൽ റാന്നിയിലാണ്. നേരിട്ട് വന്ന് കാണാനും നിങ്ങൾക്ക് സാധിക്കും. ബുക്ക് ചെയ്യണം, നേരത്തെ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും സേവനം ലഭ്യമാണ്. ഏത് വിഷയമാകട്ടെ അതൊക്കെ നമുക്ക് പരിഹരിക്കാം. പ്രയാസപ്പെടേണ്ട, ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടേണ്ട, പരിഹാരമില്ലാത്തൊരു കാര്യവുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും നിങ്ങളെ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക. പരിശ്രമമാണ് എല്ലാത്തിൻ്റെയും വിജയം. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും ആദ്യം അല്പം കഷ്ടതയോ പ്രയാസമോ വരുമ്പോൾ പിന്തിരിഞ്ഞ് പോകരുത്. അവിടെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുക. അതിനുശേഷം കൂടുതൽ കഠിനാധ്വാനം ചെയ്താൽ ജീവിത വിജയം നേടും. ചിലപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ തടസ്സമൊക്കെ ഉണ്ടായെന്ന് വരാം. അതിനെ അതിജീവിക്കാനുള്ളൊരു കരുത്ത് നേടണം. പ്രാർത്ഥന, മഹാദേവനോടുള്ള പ്രാർത്ഥന, അത് നിങ്ങൾക്ക് സഹായകരമാവും. അപ്പോൾ തീർച്ചയായിട്ടും സേവനങ്ങൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാകും, നോക്കി ഞാനുമായി വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ളൊരു അറിവാണ്. നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ആണ് നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്രകാരം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 27 നക്ഷത്ര ജാതകരെയും അവരുടെ ജീവിത അനുഭവം കൊണ്ട് ഏത് വിധത്തിലാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറുകാരെ സംബന്ധിച്ച് 6-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 6-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ ജാതകർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കൊടുക്കും, എന്തെല്ലാം കോട്ടങ്ങൾ കൊടുക്കും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. 6-ൽ ബുധൻ നിന്നാൽ ഈ ജാതകൻ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. 6-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർ ബന്ധുക്കൾക്ക് യാതൊരുവിധ ഗുണവും ചെയ്യത്തില്ലെന്ന് പറയുന്നു. മുൻകോപം ഉണ്ടാകാം, കലഹത്തിലകപ്പെടാം, കേസിലകപ്പെടാം. അതുപോലെ തന്നെ പൂർവ്വ സ്വത്തുക്കളൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് അത് മുഖേന കടക്കാരനായി മാറാം. അപ്പോൾ അങ്ങനെ ഉള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ 6-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ബന്ധുക്കൾക്ക് യാതൊരുവിധ ഗുണവും ചെയ്യത്തില്ല. അപ്പോൾ ഒരുപക്ഷെ ബന്ധുക്കൾ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട്. ഇനി ശത്രുക്കളായില്ലെങ്കിൽ പോലും അവർക്ക് ഈ ജാതകർ ഒരു കാര്യത്തിലും അവർക്കൊരു സഹായമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ ഒരു ഉപകാരമോ ചെയ്തു കൊടുക്കത്തില്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകുന്നതെന്ന് പറയുന്നു. മുൻകോപം ഉണ്ടാകാം, അതുപോലെ തന്നെ കലഹമുണ്ടാകാം, കേസിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം, തൊഴിൽ ഗുണമൊക്കെ പ്രതീക്ഷിക്കാം, ദാമ്പത്യ ജീവിത വിജയവും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവർക്ക് ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയ്ക്കും കലഹത്തിനും കേസിലകപ്പെടാനും വ്യവഹാരത്തിലൊക്കെ അകപ്പെടുവാനും ഒക്കെ സാധ്യതയുള്ള സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം അനുഭവങ്ങളൊക്കെ വന്നാൽ അവിടുന്ന് തന്ത്രപൂർവ്വം രക്ഷപ്പെടുക. ഓക്കെ, ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 5-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ, അത് കാര്യവിജയ ഭാവത്തിൽ ബുധൻ നിന്നാൽ പല കാര്യങ്ങളും നേട്ടം ഉണ്ടാകും. സുഖാനുഭവങ്ങൾ വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായൊരു ദിവസമാണ്. സമ്പത്ത് വർദ്ധിക്കുന്നൊരു ദിവസമാണ്. പുത്രിമാരെ കൊണ്ട് കൂടുതൽ ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്നൊരു ദിവസമാണ്. സൂത്രബുദ്ധിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സൂത്രബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. സൂത്രശാലി ആയിരിക്കുമെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ ചിലരൊക്കെ മന്ത്രതന്ത്രങ്ങളിൽ താല്പര്യം തോന്നുമെന്നും ജ്യോതിഷം പറയുന്നു. കലാകാരന്മാരായിട്ടുള്ളവർക്കാണെങ്കിൽ അവർക്കൊക്കെ അനുകൂലമായ ദിവസമാണ്. കലാപരമായ വിജയമുണ്ടാകുന്നൊരു ദിവസമാണ് അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും വിജയം നേടാൻ പറ്റുന്നൊരു ദിവസമാണ്. പക്ഷേങ്കിൽ നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ബുധൻ ഉച്ചക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ബുധൻ്റെ സ്വക്ഷേത്രം അതുപോലെ തന്നെ ഉച്ചക്ഷേത്രവുമായ കന്നി രാശിയിലാണ് ബുധൻ നിൽക്കുന്നത്. ശുഭഗ്രഹമായിട്ടല്ല, പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാനും ഇടയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 4-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. കീർത്തി, ധനം, വാഹനം എന്നിവ നേടും. ബന്ധുക്കൾ കുറവായിരിക്കും. ബന്ധുക്കളെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. മാതൃസ്നേഹം ഉണ്ടാകുമെങ്കിലും മാതാവുമായിട്ട് വേർപെട്ട് കഴിയുവാൻ സാധ്യതയുണ്ട്.
തനിച്ച് നിൽക്കുകയാണെങ്കിൽ 4-ാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിൽക്കുകയാണെങ്കിൽ സുഖവും ധനവും സുഖസൗകര്യങ്ങളും ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇവിടെ തനിച്ചല്ല, പാപഗ്രഹമായിട്ടാണ്, സൂര്യനുമായിട്ട് ചേർന്ന് കേതുവുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ വലിയ നേട്ടങ്ങളൊന്നും കാര്യമായി വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിലിൽ തനിച്ചാണ് നിൽക്കുന്നതെങ്കിൽ തൊഴിലിൽ ചെയ്യുന്ന തൊഴിൽ മേഖലയിൽ അവിടെ പ്രൊമോഷൻ, സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കേണ്ടതാണ്. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ അല്ലെ ഗുണപരമായ കാര്യങ്ങൾ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. പക്ഷേങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായിട്ടാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. കേന്ദ്രഭാവത്തിൽ പാപഗ്രഹമായിട്ട് നിൽക്കുന്നത് കൊണ്ട് അത്ര വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ മിഥുനക്കുറുകാരെ സംബന്ധിച്ച് കുടുംബസുഖം കുറവായിരിക്കും, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം കാര്യമായിട്ട് ഉണ്ടാകത്തില്ല, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുന്നൊരു ദിവസവും കൂടിയാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശത്രു നിറഞ്ഞ അനുഭവങ്ങളും അവരെ തേടി വരാം, രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും അവർക്കുണ്ടാകാം എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 3-ാം ഭാവത്തിൽ ഈ ബുധൻ നിന്നാൽ, പ്രത്യേകിച്ച് പാപഗ്രഹമായ ബുധൻ 3-ാം ഭാവത്തിൽ നിന്നാൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. പല വിധത്തിലുള്ള ക്ലേശങ്ങൾ, മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകത്തില്ല, ഒരു ദാമ്പത്യ ജീവിതത്തോട് താല്പര്യം തോന്നത്തില്ല, വിരക്തി തോന്നുന്ന അനുഭവങ്ങളൊക്കെ അവർക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. കച്ചവടക്കാരായിരിക്കുന്നവർക്ക് നാളത്തെ ദിവസം അനുകൂലമാണ്. മറ്റുള്ള തൊഴിൽ മേഖലയിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാകുന്നൊരു ദിവസവുമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് കുടുംബത്തെ സംബന്ധിച്ച് ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് പല വിധത്തിലുള്ള പ്രതിസന്ധികളും മാനസികവും ശാരീരികവുമായ ക്ലേശങ്ങൾ, പല കാര്യങ്ങളിലും ഒരു എത്തും പിടിയുമില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുന്നൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് 2-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ നാളുകാരെ സംബന്ധിച്ച് ഗുണഗണങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ധനവും വീടും അല്ലെങ്കിൽ വിദ്യയും അങ്ങനെ ഒരുപാട് നേട്ടങ്ങളൊക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. കലാകാരന്മാർക്കാണെങ്കിൽ കലാപരമായ മേഖലകളിൽ കൂടി അവർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അങ്ങനെ ഒരുപാട് സ്വത്തൊക്കെ ലഭിക്കുവാൻ സാധ്യത ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ ബുധൻ ഇവിടെ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു ആവറേജ് ശരാശരി ഫലത്തെ മാത്രം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. 2-ാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിന്നാൽ അവർക്ക് വിനയവും വിജ്ഞാനവും ധനം വന്നു ചേരുന്നൊരവസ്ഥയും സുഖാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു ദിവസവും, വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിദ്യ കൊണ്ടുള്ള നേട്ടവും, അങ്ങനെ ഒരുപാട് നേട്ടങ്ങളെ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കൊടുക്കും. പക്ഷെങ്കിൽ ഇവിടെ പാപഗ്രഹമായിട്ടാണ് 2-ാം ഭാവത്തിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, അതുപോലെ തന്നെ കേതുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ പാപിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ നേട്ടങ്ങളൊന്നും ഈ ജാതകർക്ക് കൊടുക്കത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. എങ്കിലും അവർക്ക് തൊഴിൽ ഗുണമുണ്ട്. അതുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള ഒരു ശേഷി അവർക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ചന്ദ്രൻ ബലമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്നത് കൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ചോളം തൊഴിൽപരമായുള്ള മേഖലകളിലൊക്കെ അല്പം ഇടിവ് സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത്ര മെച്ചമായ ഒരു ദിവസമല്ല. ചന്ദ്രൻ പൂർണ്ണ ബലവാനായിരുന്നാൽ രാജയോഗതുല്യമായ അനുഭവങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വന്നു ചേർന്നതിനും എന്നുള്ളതും മനസ്സിലാക്കുക. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. വ്യാഴം അവർക്ക് ഭാഗ്യഭാവത്തിലാണെങ്കിലും വ്യാഴത്തെക്കൊണ്ട് അവർക്ക് കാര്യമായ നേട്ടമൊന്നും വന്നു ചേരുന്നില്ല. അതുപോലെ തന്നെ ഈ ബുധൻ ഇവരുടെ ജന്മഭാവത്തിൽ നിന്നാൽ പോലും ഇവർക്ക് വലിയ നേട്ടമൊന്നുമില്ല. കാരണം ബുധൻ ഒരു ശുഭഗ്രഹമായിട്ടല്ല ജന്മത്തിൽ നിൽക്കുന്നത്, പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ജന്മഭാവത്തിൽ ബുധൻ നിന്നാൽ, പാപഗ്രഹത്തിൽപ്പെട്ട പാപഗ്രഹമായ ബുധൻ നിന്നാൽ സൂത്രശാലിയാകും ഈ ജാതകർ എന്ന ഈ നാളുകാർ സൂത്രശാലികളാകും, മറ്റുള്ളവരുടെ തട്ടിപ്പിന് ഇരയാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ഇവർ ചാതുര്യവും മാധുര്യവുമുള്ള വാക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിക്കുകയും അവർ മുഖേന പല കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. അതുപോലെ തന്നെ കലാവാസനയുള്ളവരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ നാളത്തെ ദിവസം അതിൻ്റേതായ നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെന്നും പറയുന്നു. അതുപോലെ തന്നെ ഇവർക്ക് മറ്റ് ഗ്രഹങ്ങൾ ഇവർക്ക് ദുസ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും, ഇപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ ബലമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ബുധൻ ആ ചന്ദ്രൻ്റെ ദോഷത്തെ ഇല്ലാതാക്കുമെന്നും ഒക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഇവർക്ക് ശാരീരികമായ സ്ഥിതിക്കൊന്നും ഒരു ദോഷവും വരത്തില്ല, മാനസികവും ശാരീരികമായ സ്ഥിതിക്കൊന്നും ദോഷം വരത്തില്ല. അപ്പോൾ ചില തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനാണ് സാധ്യത എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. ഇവരുടെ ഹൃദയത്തിലിരിപ്പ് അല്ലെങ്കിൽ മനസ്സിലിരിപ്പൊന്നും
പെട്ടെന്നൊരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി നാളത്തെ ദിവസം ഈ നാളുകാർ കടന്നു പോകും. പുറമേ നോക്കുമ്പോൾ അവർ വളരെ ക്ലീനാണ്, പക്ഷേങ്കിൽ അവർ രഹസ്യമായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് ലഗ്നത്തിൽ ബുധൻ നിന്നാൽ സൂത്രശാലിയാണെന്ന് ജ്യോതിഷം പറയുന്നത്. മറ്റുള്ളവരുടെ തട്ടിപ്പിന് ഇരയാകത്തില്ല എങ്കിലും അവർ സൂത്രത്തിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നവരാണ്. ചാതുര്യവും മാധുര്യവുമുള്ള വാക്ക് പറഞ്ഞ് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുന്നവരാണെന്ന് ജ്യോതിഷം പറയുന്നു. അവർ തന്നെ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് അകപ്പെടുകയും പിന്നീട് അകപ്പെടുകയും ചെയ്യുമെന്നും ജ്യോതിഷം കൂടെ പറയുന്നുണ്ട്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 ചോതി വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 12ൽ ബുധൻ നിൽക്കുന്ന ജാതകൻ ഒരു ശുഭഗ്രഹമായിട്ടാണ് ബുധൻ 12 നിൽക്കുന്നതെങ്കിൽ ഈ ജാതകർ ആദരിക്കപ്പെടുന്ന വിദ്വാൻമാരാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെങ്കിൽ ബന്ധുക്കളുടെ ഗുണവും ധനപരമായ നേട്ടമൊന്നും ഉണ്ടാകത്തില്ല, ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പാപനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ഒരു കാര്യത്തിലും നേട്ടം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല, ആദരിക്കപ്പെടാൻ സാധ്യതയില്ല. വിദ്വാനായിട്ടുള്ളവരാണെങ്കിൽ പോലും അവരുടെ നേട്ടം, വിദ്യ കൊണ്ടുള്ള നേട്ടം കൊണ്ട് മറ്റുള്ളവർ അവരെ അംഗീകരിക്കണമെന്നില്ല. ശത്രുതയൊക്കെ വന്നു ചേരാം, ദാരിദ്ര്യമുണ്ടാകാം, ധനപരമായ പ്രതിസന്ധി ഉണ്ടാകാം. അങ്ങനെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റു പല കാര്യങ്ങളിലും കുടുംബസുഖവും ധനപരമായ നേട്ടം കുറവായിരിക്കും. മറ്റു പല കാര്യങ്ങളിലും അവർക്ക് പ്രതികൂലമായ അനുഭവമായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാർക്ക് ജനന സമയത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ട് ദശാകാലത്തിൻ്റെ നേട്ടമോ അതുപോലെ തന്നെ അപകാരത്തിൻ്റെ നേട്ടമോ ഉള്ളവർ സാധാരണ ജീവിത നിലവാരത്തിൽ കൂടി പോകുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖകാലാനുഷം കേട്ട നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. 11ൽ നിൽക്കുന്ന ബുധൻ നല്ല ആരോഗ്യത്തെ കൊടുക്കും, സുഖവും ധനവും ഒക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഇവിടെ പാപഗ്രഹമായതുകൊണ്ട് ഈ പറയുന്നത് പോലെയുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. ഉദ്യോഗം കൊണ്ടോ കച്ചവടം കൊണ്ടോ ഒക്കെ പണം സമ്പാദിക്കാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം എന്നുള്ളതും പറയുന്നു. നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാകും. അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ബുധൻ ഇവിടെ തനിച്ച് ശുഭനായിട്ടല്ല നിൽക്കുന്നത്, പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നതുകൊണ്ട് ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും അതേപടിയുള്ള നേട്ടങ്ങളൊന്നും നാളത്തെ ദിവസം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. എല്ലാ കാര്യങ്ങളിലും കുറവ് തന്നെ സംഭവിക്കാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. വക്കീലന്മാരായിട്ടുള്ളവർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണെന്നുള്ളതാണ് നാളത്തെ ദിവസം. കച്ചവടക്കാർക്കും നാളത്തെ ദിവസം അനുകൂലമായൊരു ദിവസമാണ്. അതുപോലെ തന്നെ കവിത എഴുതുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ്. സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. ഗണിത മേഖലയിൽ കണക്കൊക്കെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നാളത്തെ ദിവസം അനുകൂലമായ ദിവസമാണ്. സുഖവും സമ്പത്തും ഒക്കെ വർദ്ധിക്കുന്നൊരു ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരായിട്ടുള്ളവർ, വക്കീലന്മാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടമാണ്, കച്ചവടക്കാരുണ്ടെങ്കിൽ അവർക്ക് നേട്ടമാണ്, കവിത എഴുതുന്നവരുണ്ടെങ്കിൽ അവർക്ക് നേട്ടമാണ്, സാഹിത്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് അവർക്ക് നേട്ടമാണ്, കണക്ക് പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നേട്ടമുള്ളൊരു ദിവസമാണെന്നാണ് പറയുന്നത്. സുഖവും സമ്പത്തും ഒക്കെ വർദ്ധിച്ച് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. പക്ഷേങ്കിൽ ശുഭഗ്രഹമായിട്ട് നിന്നാലേ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഈ പറഞ്ഞ നേട്ടങ്ങളൊന്നും അതേപടി വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഒരു ശരാശരി രീതിയിൽ പോകും. കടബാധികൾ, വലിയ രോഗ, ദുഃഖ, ദുരിത പ്രയാസങ്ങളൊന്നും വരാതെ തന്നെ സാമാന്യ രീതിയിൽ കഴിഞ്ഞു പോകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബുദ്ധിപരമായ വിജയം പ്രതീക്ഷിക്കാം, വിദ്യ കൊണ്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം, ധനപരമായ വരവ് പ്രതീക്ഷിക്കാം, കീർത്തിയും പ്രശസ്തി അംഗീകാരമൊക്കെ ഇവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ശുഭഗ്രഹമായിരിക്കണം. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭനായിട്ട് കന്നിരാശിയിൽ ഉച്ചനായിട്ട് നിന്നാൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ വരും. എല്ലാ കാര്യത്തിലും സാമർത്ഥ്യം കാണിക്കും, ബുദ്ധി കൊണ്ട് വിജയിക്കും, വിദ്യ കൊണ്ട് നേട്ടം ഉണ്ടാകും, ധനപരമായ നേട്ടം ഉണ്ടാകും, കീർത്തിയും പ്രശസ്തി അംഗീകാരമൊക്കെ വന്നു ചേരും. അങ്ങനെ തനിക്ക് ഉചിതമെന്ന് തോന്നുന്ന ഏത് കാര്യവും ധർമ്മം വെടിയാതെ ചെയ്യുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകണമെങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം തനിച്ച് 9ാം ഭാവത്തിൽ ശുഭനായിട്ട് ഉച്ചനായിട്ടൊക്കെ നിൽക്കണം. പക്ഷേങ്കിൽ ഇവിടെ പാപനായിട്ട് സൂര്യനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട്, കേതുവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഏകദേശ അളവിൽ ലഭിക്കും നാളത്തെ ദിവസം എന്നുള്ളത് മകരക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 8ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അഷ്ടമത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ സാഹിത്യകാരന്മാർക്ക് അനുകൂലമായ നല്ല അനുഭവങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ദീർഘായുസ് അല്ലെങ്കിൽ നല്ല ആരോഗ്യം കൊടുക്കും, പ്രശസ്തിയും അംഗീകാരവും പ്രതാപവും ഒക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിലും മേധാശക്തി കാണിക്കും, അതായത് മേധാവിത്വം കാണിക്കുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധൻ ആ ജാതകർക്ക്, ഏത് ജാതകനാണോ അഷ്ടമത്തിൽ ബുധൻ നിൽക്കുന്ന ആ ജാതകൻ വളരെ
മേധാവിത്വ സ്വഭാവം കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ആൾക്കാരെ ചങ്കൂറ്റം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു മേധാവിത്വ മനോഭാവം കാണിക്കുന്നവരെ സ്ത്രീകൾ കൂടുതൽ ഇഷ്ടപ്പെടുവാനൊക്കെ സാധ്യതയുണ്ടെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം ഇവിടെ ശ്രദ്ധിക്കുക, ബുധൻ ശുഭഗ്രഹമായിട്ടല്ല അഷ്ടമത്തിൽ നിൽക്കുന്നത്, പാപഗ്രഹമായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ നേട്ടങ്ങൾക്ക് പകരം കോട്ടങ്ങളായിരിക്കും വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും വന്ന് ദീർഘായുസ്സും ആരോഗ്യപരമായ നേട്ടമൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രശസ്തിയും അംഗീകാരവും ഇവരെ തേടി വരണമെന്നൊന്നുമില്ല. മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്നില്ല. ഇവരുടെ ഭാഗത്തു നിന്ന് തൻ്റെ ഇടപരമായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവർ ഇവരോട് ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ശുഭഗ്രഹമായിട്ടാണ് അഷ്ടമത്തിൽ നിൽക്കുന്നതെങ്കിൽ വലിയ നേട്ടം തന്നെയാണ്. നല്ല ആരോഗ്യം, നല്ല കായബലം, പ്രതാപം, മേധാശക്തി, അപ്പോൾ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പെരുമാറ്റം, അങ്ങനെ ഒരുപാട് സൽഗുണങ്ങളൊക്കെ വന്നു ചേരും. പക്ഷേങ്കിൽ ഇവിടെ പാപഗ്രഹമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പാപത്വം നിറഞ്ഞ അനുഭവങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളുമാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് 7-ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. തനിച്ച് ശുഭനായിട്ടല്ല നിൽക്കുന്നത്, പാപഗ്രഹമായിട്ടാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. കൂടെ നിൽക്കുന്നത് കേതുവുമുണ്ട്, സൂര്യനുമുണ്ട്. അപ്പോൾ സൂര്യനോടും കേതുവോടും ചേർന്നാണ് 7-ാം ഭാവത്തിൽ നിൽക്കുന്നത്. വിദ്യ കൊണ്ടുള്ള നേട്ടങ്ങൾ കാര്യമായി ഉണ്ടാകണമെന്നില്ല, വിജ്ഞാനം കൊണ്ടുള്ള നേട്ടങ്ങളും കാര്യമായി ഉണ്ടാകണമെന്നില്ല, സ്ത്രീകൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാകണമെന്നില്ല, ദാമ്പത്യ ജീവിതം സുഖകരമാകണമെന്നില്ല, ദാമ്പത്യ ജീവിത പങ്കാളികളോട് അവർ മുഖേന ധനം വന്നു ചേരുവാനുള്ള സാധ്യതയൊക്കെ കുറവാണ്. അപ്പോൾ അങ്ങനെ 7-ൽ ബുധൻ നിന്നാൽ മാരകനാണെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. ആ ദശയിൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 7-ാം ഭാവത്തിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം പാപഗ്രഹമായിട്ട് തനിച്ച് നിന്നാൽ ആ ഗ്രഹം മരണത്തെ കൊടുക്കും എന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നല്ല ശുഭഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ 7-ാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. 7-ാം ഭാവത്തിൽ തനിച്ച് പാപഗ്രഹമായിട്ടാണ് ബുധൻ നിൽക്കുന്നതെങ്കിൽ ദോഷം ചെയ്യുന്നതും ആ ഭാവം മാരകഭാവമായി മാറി ദോഷം ചെയ്യുമെന്നൊക്കെ ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ നാളത്തെ ദിവസം മീനക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത വിജയമോ അല്ലെങ്കിൽ ഭാര്യ മുഖേന ഭർത്താവ് മുഖേന ധനം വന്നു ചേരുവാനോ സ്വർണം വന്നു ചേരുവാനോ വാഹനം വന്നു ചേരുവാനോ ഒന്നും സാധ്യതയില്ല. ഭൂമി വന്നു ചേരാൻ സാധ്യതയില്ല. ബന്ധുക്കളുടെ ഗുണഗണങ്ങൾ, ബന്ധുക്കൾ മുഖേനയുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. പല കാര്യങ്ങളും പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ജനിച്ച സമയത്ത് ഇനി ഈ ബുധൻ തനിച്ച് കേന്ദ്രഭാവത്തിലൊക്കെ ബലവാനായിട്ട് നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം വലിയ ദോഷമൊന്നും വരികയില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറയുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.